ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ മുൻ കരസേനാ മേധാവി ജനറൽ എം നരവനെയുടെ ഓർമ്മക്കുറിപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകും. നന്ദിപ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി ഇന്ന് ഇരുസഭകളിലും മറുപടി പറയും. കേന്ദ്രമന്ത്രി രവനീത് ബിട്ടുവിനെ ഒറ്റുകാരനായ സുഹൃത്ത് എന്ന് വിളിച്ചതിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണം എന്നാണ് BJPയുടെ ആവശ്യം. നിങ്ങൾക്ക് ഓർമ്മയുള്ളതുപോലെ ഈ രവനീത് ബിട്ടു അദ്ദേഹത്തിൻ്റെ വലം കൈയോ ഇടം കൈയോ ഒക്കെ ആയിരുന്നു ഒരു കാലത്ത്. അദ്ദേഹം BJPയിലേക്ക് ചാടി അദ്ദേഹം അവിടെ മന്ത്രിയായി. കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോഴാണ് ഒറ്റുകാരൻ എന്നും അതല്ല ചതിയനായ സുഹൃത്തെന്നും രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ വിളിച്ചത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, ഇന്നലെ രാഹുൽ ഗാന്ധി വേഴ്സസ് ബിട്ടു അത് ഒരു നാടകീയമായ നിമിഷങ്ങളായിരുന്നു. ഏത് സാഹചര്യത്തിലാണ് കാറിൽ പോയ കേന്ദ്രമന്ത്രി ഈ പ്രതിഷേധക്കാരുടെ ഇടയിലേക്ക് വന്നത്? വെരി ഗുഡ് മോർണിംഗ് എസ് കെ സൂചിപ്പിച്ച പോലെ തന്നെ നാടകീയമായ ചില നിമിഷങ്ങൾ ഇന്നലെ പാർലമെന്റിലും പാർലമെന്റിന് പുറത്തും ഉണ്ടായി. അതിൽ ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധത്തിന്റെ പേരിൽ 8 MP-മാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ MP-മാരും മറ്റു ചില അംഗങ്ങളോടും ഒപ്പം രാഹുൽ ഗാന്ധി സഭാ കവാടത്തിൽ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കേന്ദ്രമന്ത്രി രവനീത് ബിട്ടു അവിടേക്ക് എത്തുകയും ഈ വഴി തടസ്സപ്പെടുത്തുന്നതിൽ അദ്ദേഹം പ്രകോപനം ഉണ്ടാകുപരമായ ചില പരാമർശങ്ങൾ നടത്തുകയും ചെയ്തത്. ആ ഒരു ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രിക്ക് മറുപടി നൽകുകയും രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ ചതിയനായ അല്ലെങ്കിൽ ഒറ്റുകാരനായ സുഹൃത്ത് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തത്. അത് പിന്നീട് നാടകീയ പ്രതിഷേധങ്ങൾക്ക് ഇടയാകുകയും BJPയുടെ നേതൃത്വത്തിൽ സിഖ് വിഭാഗക്കാർ കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് പ്രതിഷേധം നടത്തുകയും ചെയ്തു. രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ മാപ്പ് പറയണമെന്നാണ് BJPയുടെ ആവശ്യം. ഇതോടൊപ്പം തന്നെ ചില അസ്വാഭാവിക സംഭവങ്ങൾക്കാണ് കഴിഞ്ഞ 2 ദിവസം സഭ സാക്ഷ്യം വഹിക്കുന്നത്. സാധാരണ നിലയിൽ പ്രധാനമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ സംസാരിക്കുമ്പോൾ അവരുടെ പ്രസംഗം തടസ്സപ്പെടുക പതിവില്ല. എന്നാൽ ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അവസരം നിഷേധിക്കപ്പെട്ടു. പ്രധാനമന്ത്രി ഇന്നലെ വൈകിട്ട് 5 മണിക്ക് സംസാരിക്കാൻ നിശ്ചയിച്ചിരുന്നതാണെങ്കിലും പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം നടന്നില്ല. സഭ അതിനു മുമ്പായി പിരിയുകയായിരുന്നു. ഇന്ന് പ്രധാനമന്ത്രി 2 സഭകളിലും മറുപടി പറയും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി പ്രമേയ ചർച്ചയ്ക്ക്. അതേസമയം തന്നെ 3 വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം ശക്തമാണ്. അതിൽ ഏറ്റവും പ്രധാനം US-ഉമായുള്ള വ്യാപാര കരാറാണ്. രണ്ടാമത്തേത് മുൻ കരസേനാ മേധാവി ജനറൽ M നർവാനെയുടെ പുസ്തകമാണ്. ഈ പുസ്തകത്തിലെ വാചകം ഉന്നയിച്ചുള്ള ബാനറുമായാണ് കഴിഞ്ഞ ദിവസം സഭയിൽ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധം നടത്തിയത്. ജോ അച്ഛാ സംജോ വോ കരോ എന്ന് പ്രധാനമന്ത്രി എന്താണ് ഉചിതമെങ്കിൽ അത് ചെയ്യൂ എന്ന് ചൈന ഇന്ത്യ സംഘർഷ സമയത്ത് പ്രധാനമന്ത്രി കരസേനാ മേധാവിയോട് പറഞ്ഞു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നത്. ഈ വാചകങ്ങൾ ഉപയോഗിച്ചായിരുന്നു പ്രതിഷേധം. മറ്റൊന്ന് BJP അംഗം നിഷികാന്ത് ദുബെ നെഹ്റു കുടുംബത്തിനെതിരായ പരാമർശങ്ങളുള്ള 5 പുസ്തകങ്ങളുമായി സഭയിലെത്തിയതാണ്. ഈ വിഷയങ്ങളിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഇന്നും തുടരും. അതിനിടെയാകും പ്രധാനമന്ത്രി ഇരുസഭകളെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുക. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.